ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇനി ഇത് ഒന്ന് തിരുത്തിയാലോ? നിർമ്മിത ബുദ്ധി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാക്കിയാലോ? ഇത് പറയാനൊരു കാരണമുണ്ട്. ഒരു കാലത്ത് നമ്മൾ യന്ത്രമനുഷ്യൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് നിർമ്മിത ബുദ്ധി വന്നു. മനുഷ്യന്റെ അതേ രൂപത്തിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു യന്ത്രമനുഷ്യൻ. അപ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിർമ്മിത ബുദ്ധി ആധിപത്യം സ്ഥാപിക്കാൻ പോകുകയാണ്. ഉദാഹരണത്തിന്, കുറെ കാലത്തിന് ശേഷം നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ പോയാൽ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും എല്ലാം നിർമ്മിത ബുദ്ധിയായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ കൂലിപ്പണി എടുക്കാൻ വരുന്ന ആൾ നിർമ്മിത ബുദ്ധിയായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യാൻ വരുന്ന ആൾ നിർമ്മിത ബുദ്ധിയായിരിക്കും. നിങ്ങൾ ഒരു ബാങ്കിൽ പോയാൽ അവിടുത്തെ മാനേജറും ക്ലർക്കും സ്റ്റാഫും എല്ലാം നിർമ്മിത ബുദ്ധിയായിരിക്കും. അതുപോലെ ഇനി വേണമെങ്കിൽ അമ്പലങ്ങളിലെ പൂജാരിയോ പള്ളികളിലെ പുരോഹിതനോ ഒക്കെ നിർമ്മിത ബുദ്ധിയാകാം. അപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് അപ്രാപ്യമായ യാതൊന്നും ഇല്ലാത്ത ഒരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി നാട് വാണിടുന്ന കാലം അത് മാവേലി നാട് വാണിടുന്ന കാലം തന്നെയല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ. നിർമ്മിത ബുദ്ധിക്കും മനുഷ്യരെല്ലാം ഒന്നുപോലെയാണ്. കാരണം മനുഷ്യരെ പല തട്ടുകളായി കാണുന്നത് നമ്മൾ മനുഷ്യരുടെ സ്വഭാവമല്ലേ. മനുഷ്യരുടെ നിറം നോക്കി, ജാതി നോക്കി, വർഗം നോക്കി, ലിംഗം നോക്കി, മനുഷ്യരുടെ പണം നോക്കി, അധികാരം നോക്കിയൊക്കെ അവരെ പല തട്ടുകളായി തിരിച്ച് പല രീതിയിൽ അവരെ സമീപിക്കുന്ന, അവരെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നിർമ്മിത ബുദ്ധിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലല്ലോ. നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഏതു മനുഷ്യനും മനുഷ്യനാണ്. കാരണം നിർമ്മിത ബുദ്ധി നോക്കുന്നത് ആ ഒരു ആളുടെ രാസഘടനയാണ്. ഒരു മനുഷ്യന്റെ രാസഘടനയാണെങ്കിൽ അത് മനുഷ്യനാണ് നിർമ്മിത ബുദ്ധിക്ക്. ഇനി മാവേലി നാട് വാണിടും കാലം കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളുമില്ല, പൊളിവചനം. നിർമ്മിത ബുദ്ധി നാട് വാണിടുന്ന കാലത്തും കള്ളവും ചതിയും ഉണ്ടാകില്ലല്ലോ. കാരണം മനുഷ്യർക്കല്ലേ കള്ളം പറയാനും ചതിക്കാനും ഒക്കെ കഴിവുള്ളത്. നിർമ്മിത ബുദ്ധിക്ക് കള്ളം പറയാൻ അറിയില്ലല്ലോ, ചതിക്കാൻ അറിയില്ലല്ലോ, പൊളിവചനം പറയാൻ അറിയില്ലല്ലോ. നിർമ്മിത ബുദ്ധിയെ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത് ആ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. അപ്പോ നിർമ്മിത ബുദ്ധിക്ക് കൈക്കൂലി വേണ്ട. കാരണം നിർമ്മിത ബുദ്ധിക്ക് പണമേ വേണ്ട. അതൊക്കെ മനുഷ്യർക്ക് അല്ലേ ആവശ്യമുള്ളൂ. അപ്പോ പലതരത്തിലുള്ള പരിഗണനകളും നിർമ്മിത ബുദ്ധിക്ക് വേണ്ട. നിർമ്മിത ബുദ്ധി എല്ലാവരെയും മനുഷ്യരായി പരിഗണിക്കുന്നു. അപ്പൊ ചുരുക്കത്തില് മാവേലി നാട് വാണിടുന്ന ആ കാലം അത് നിർമ്മിത ബുദ്ധി നാട് വാണിടുന്ന കാലമായി തിരിച്ചു വരാനല്ലേ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.